ഈ മഴ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വർക്ക് ലോഡുള്ളൊരു ദിവസമാണ്. കാര്യം നമ്മുടെ ഈ കാർ വാഷിംഗ് ബിസിനസ്സിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് മഴയാണ്. കസ്റ്റമേഴ്സിന് കൃത്യസമയത്ത് വാഷ് കൊടുക്കാനും പറ്റില്ല, എന്നാൽ പയ്യന്മാർ കൃത്യമായിട്ട് വർക്കിന് ഇറങ്ങാനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള ദിവസം ഞാനും അഖിലും കൂടെ ഇവരുടെ കൂടെയൊക്കെ ഇറങ്ങാറുണ്ട്. അങ്ങനെ അഖിൽ ഒരു റൂട്ടും ഞാൻ വേറെ റൂട്ടുമാണ്. ഞാൻ കാർത്തിയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും കാർത്തി ആ വണ്ടിയുടെ എക്സ്റ്റീരിയറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് വൈപ്പ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. പിന്നെ അവനെ കുറച്ച് വൈപ്പ് ചെയ്യാൻ സഹായിച്ചിട്ട് പിന്നെ അടുത്ത് നമ്മൾ നേരെ പോയത് ഒരു XUV 700 വാഷ് ചെയ്യാനായിട്ടാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ അത്യാവശ്യം പണിപ്പെട്ടാണ് ക്ലീൻ ചെയ്തത്. ഈ പെറ്റ് ഹെയർ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയല്ല. അങ്ങനെ അതിൻ്റെ ഇൻറ്റീരിയറും ക്ലീൻ ചെയ്തു, എക്സ്റ്റീരിയറും കഴിഞ്ഞ് നേരെ പോയത് അടുത്ത് ഹൈ റൈഡർ വാഷ് ചെയ്യാനായിട്ടാണ്. അങ്ങനെ ഹൈ റൈഡർ വാഷ് ചെയ്ത് പകുതി ആയപ്പോഴത്തേക്കും ആ വീട്ടിലെ അമ്മൂമ്മ സ്നേഹത്തോടൊരു ചായ കൊണ്ടുവന്നു. അങ്ങനെ ആ ചായയും കുടിച്ച് ഫുൾ പവറിൽ അവിടുത്തെ പണിയും തീർത്ത് പിന്നെ നേരെ പോയത് ബ്രിയോ വാഷ് ചെയ്യാനാണ്. ഒരു 10-15 മിനിറ്റ് നമ്മൾ ആ ബ്രിയോ വാഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കാർത്തിയും കൂട്ടി നേരെ പോയത് അടുത്ത ലൊക്കേഷനിലേക്കാണ്. ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിൽ ഗുണമുണ്ട്. ഒന്ന്, വാഷ് കൂടുതൽ കിട്ടുകയും ചെയ്യും. 2, ഒരുപാട് പെൻഡിങ് വർക്കുകളും വരും. ഒരു ബിസിനസ് ആകുമ്പോൾ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.